പറഞ്ഞതുപോലെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും ഈ സ്വർണ്ണക്കൊള്ളയുടെ പുതിയ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പത്രങ്ങളിലും അവർക്ക് കിട്ടിയ പുതിയ വിശദാംശങ്ങളുണ്ട്. നമ്മുടെ അനു ഇപ്പോൾ ഒരു വാർത്ത തന്നു. അതേപോലെ വാളയാറിൽ ഇന്നലെ നടന്ന ആൾക്കൂട്ട കൊലപാതകം തുടങ്ങിയ വാർത്തകളൊക്കെയാണ് ഈ ഒരു ഇലക്ഷൻ്റെ ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകൾ, പ്രധാനമായും ശബരിമല പത്രങ്ങളുടെ മുൻപേജുകളിലേക്ക് തിരികെ ഇടം പിടിക്കുകയാണ്. മലയാള മനോരമ നോക്കിയാൽ 3 ജാക്കറ്റാടുകളാണിത്. ഇതൊക്കെ വകഞ്ഞു വേണം വാർത്തയിലേക്ക് ചെല്ലാൻ. സർക്കാർ അനുമതി, ശബരിമലയിലേക്ക് വരാം. അതിനു മുമ്പ് ബ്രൂവറിയിൽ ഇന്നലെ സർക്കാരിനുണ്ടായ തിരിച്ചടി. സർക്കാർ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ പരിഗണിച്ച പല വസ്തുതകളും ശരിയല്ല എന്നാണ് കോടതി പറയുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ കമ്പനിയായ ഒയേസിസ് കൊമേഴ്സ്യലിന് എഥനോൾ ബ്രൂവറി പ്ലാന്റ് സ്ഥാപിക്കാൻ സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി കോടതി റദ്ദാക്കിയതാണ് വാർത്ത. കോടതി കണ്ടെത്തിയ പ്രധാന പൊരുത്തക്കേടുകൾ ഇതൊക്കെയാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് സമീപം 24 ഏക്കറിൽ പ്ലാന്റ് വരുന്നതായി സർക്കാർ ഉത്തരവിലും മന്ത്രിസഭാ കുറിപ്പിലും പറയുന്നു. എന്നാൽ യൂണിറ്റ് വരുന്നത് എലപ്പുള്ളി പഞ്ചായത്തിലാണ്. അനുമതി ബ്രൂവറിക്കല്ല, എഥനോൾ യൂണിറ്റിലാണെന്ന ജല അതോറിറ്റിയുടെ വാദം കയ്യൊഴിയൽ മാത്രമാണ്. കോടതി നിരീക്ഷണങ്ങളാണിതൊക്കെ. E20 സ്കീമിൻ്റെ ടെൻഡറിൽ കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതുപോലും സർക്കാർ കണക്കാക്കിയത് പ്രവൃത്തി പരിചയം എന്ന നിലയ്ക്കാണ്. അപ്പോൾ വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത, യോഗ്യതകളില്ലാത്ത കമ്പനിക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മറ്റൊരു സ്ഥലത്ത് അനുമതി കൊടുത്തു എന്ന മട്ടിൽ സർക്കാരിന് ബ്രൂവറിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പല വസ്തുതകളും സർക്കാർ പരിഗണിച്ചത് ശരിയല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ വാർത്ത ഈ ശബരിമല വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ശബരിമലയിൽ സർക്കാരിന് തിരിച്ചടികളുടെ ദിവസമായിരുന്നു ഇന്നലെ. ഇടിയോടിടി എന്നാണ് ഹെഡ്ലൈൻ. SIT അന്വേഷണം സ്തംഭിച്ചെന്ന് ഹൈക്കോടതിയുടെ വിമർശനം വരുന്നു. അതേപോലെ EDക്ക് ഈ വിഷയം, കള്ളപ്പണ വിഷയം അന്വേഷിക്കാം ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാർട്ടൂണുണ്ട്, കോർട്ടിലും പാളിയെ നാട്ടിൽ മൊത്തം തോൽവിയെ എന്ന മട്ടിൽ ഈ ശബരിമല ഗാനവുമായി ബന്ധപ്പെട്ട്, പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണും അതോടൊപ്പം തന്നെയുണ്ട്. കോടതി പറഞ്ഞത് എന്താണ്? ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ S ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ 4-ന് തള്ളിയ ശേഷം അന്വേഷണം സ്തംഭിച്ചു. ഉത്തരവിൽ ശ്രീകുമാറിൻ്റെ പങ്കിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചെങ്കിലും 12 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ദേവസ്വം ബോർഡ് ഉത്തരവുകളിൽ ഒപ്പിട്ട എല്ലാ അംഗങ്ങളെയും പ്രതി ചേർത്തോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന മട്ടിൽ ഇന്നലെ കോടതി SITയെ എടുത്ത് നന്നായി ഒന്ന് അവർക്കിട്ട് കൊടുത്തു. അതിനുശേഷം എന്ന് പറയാനാവില്ല, 2 അറസ്റ്റുകൾ അതിന് പിന്നാലെ ഉണ്ടായി. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അറസ്റ്റിലായി. അതിന് പിന്നാലെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഇത് അനുവടക്കം പുറത്ത് തന്നു. പാരഡിയിൽ ഇന്നലെ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇനി കേസ്, നിലവിലെടുത്ത കേസുകളിൽ തുടർ നടപടികളില്ല. സർക്കാരായി പുതിയ കേസുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പാർട്ടിയും കേസെടുക്കുന്നില്ല എന്നും തീരുമാനിച്ചു. അങ്ങനെ ഇന്നലെ മൊത്തത്തിൽ ശബരിമല കാര്യത്തിൽ തിരിച്ചടികളുടെ ദിവസമായിരുന്നു എന്ന് മനോരമ പറയുന്നു. മനോരമയുടെ ഉൾപേജിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ആദ്യത്തെ കാര്യമല്ല. എത്രയോ ഇതിനു മുമ്പുള്ള കാര്യങ്ങളിൽ ഇതേ രീതിയിലാണ് സർക്കാരിൻ്റെ ശൈലി ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. എല്ലാം ആവേശത്തോടെ തുടങ്ങും, വിവാദത്തോടെ കലാശിക്കും. ആദ്യം തീരുമാനിക്കും, പിന്നെ ന്യായീകരിക്കും. പ്രതിഷേധം കനക്കുമ്പോൾ പിൻവാങ്ങും എന്ന ഒരു ശൈലിയാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് പറയുന്നു. അത് എണ്ണി പറയുകയാണ്. PM ശ്രീയിലാണെങ്കിൽ, VC നിയമനത്തിലാണെങ്കിൽ, ബ്രൂവറി ഇപ്പോൾ നമ്മൾ വായിച്ചു. പോലീസ് നിയമ ഭേദഗതി ആണ് മറ്റൊന്ന്. വനം നിയമ ഭേദഗതി, ജനറൽ ന്യൂട്രൽ യൂണിഫോം, ഇതൊക്കെ ആ ഒരു ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. വിവാദമായ തീരുമാനങ്ങൾ, പിന്നീട് പ്രതിഷേധം കനക്കുമ്പോൾ സർക്കാർ പിൻവാങ്ങിയ തീരുമാനങ്ങൾ. സിൽവർ ലൈൻ കല്ലിടൽ, ആഴക്കടൽ കരാർ, സ്പ്രിംഗ്ലർ കരാർ തുടക്കത്തിലാണ് ഈ സർക്കാരിൻ്റെ. നമുക്കതെല്ലാം ഓർമ്മയുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്നായി ബുള്ളറ്റ് ബൈ ബുള്ളറ്റ് പോയിൻ്റ് ഇട്ട് ഓർമ്മിപ്പിക്കുകയാണ് മനോരമ. ഒപ്പം മനോരമയുടെ 1-ാം പേജിലെ മറ്റൊരു വാർത്ത നമുക്ക് കാണാതെ പോകാനാവില്ല. ഇന്നലെ വാളയാറിലുണ്ടായ ആൾക്കൂട്ട കൊലപാതകം. വാളയാറിലെ ആൾക്കൂട്ടക്കൊല, കുഞ്ഞുങ്ങളെ കാണാതെ ആ കണ്ണുകൾ അടഞ്ഞു എന്നാണ്. മക്കളെയും ഉറ്റവരെയും കാണാൻ ഛത്തീസ്ഗഡിലെ വീട്ടിലേക്ക് ആശിച്ചു പുറപ്പെട്ട രാമനാരായണൻ്റെ യാത്രയ്ക്ക് ആൾക്കൂട്ടം നൽകിയത് ദുരന്ത വിരാമം. 8ഉം 5ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായിരുന്നു വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട രാമനാരായണൻ. നീ ബംഗാളിയല്ലേ, ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ച് മലയാളിയുടെ ആ വംശീയ മുഖം ഒരിക്കൽ കൂടി അതിൻ്റെ ദംഷ്ടകൾ പുറത്തു കാണിച്ച് ആ മനുഷ്യനെ തല്ലിക്കൊന്നിരിക്കുന്നു. ഈ വാർത്ത എല്ലാ പത്രത്തിലും ഇന്നുണ്ട്. വളരെ പ്രാധാന്യത്തോടെ വൈകാരിക റിപ്പോർട്ടുകളുണ്ട്. കപ്പടിച്ച് കണ്ണൂർ സ്ക്വാഡ് എന്ന ഉള്ളിലെ വാർത്ത. സൂപ്പർ ലീഗ് ഫൈനൽ കണ്ണൂർ വാരിയേഴ്സ് ഇന്നലെ
കപ്പ് നേടിയ വാർത്ത. കപ്പടിച്ച് കണ്ണൂർ സ്ക്വാഡ് എന്ന രസകരമായ നല്ല തലക്കെട്ടാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയിൽ അത് ബ്രേവ് വാരിയേഴ്സ് എന്നാണ്. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന് കിരീടം. ഫൈനലിൽ തോൽപ്പിച്ചത് തൃശ്ശൂർ മാജിക് FC-യെ. ജയം അസിയർ ഗോമസിൻ്റെ പെനാൽറ്റി ഗോളിൽ, വിജയ മാനുവൽ തുടങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ. നിരവധി മികച്ച താരമാരാണ്, ടോപ്പ് സ്കോറർ ആരാണ് എന്നൊക്കെ അടക്കം എല്ലാ വിശദാംശങ്ങളും നല്ല ലേഔട്ടിൽ കൊടുത്തിരിക്കുന്നു മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ്. സ്ഥിരം നമുക്കിന്ന് പത്രങ്ങൾക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നാമത്തെ പേജിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അന്വേഷണം സ്തംഭിച്ചു എന്ന ഹൈക്കോടതി വിമർശനം. അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി ജാമ്യം നൽകുന്ന അയ്യപ്പൻ്റെ താല്പര്യങ്ങൾക്കെതിരെ എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് അയ്യപ്പൻ്റെയും വിശ്വാസികളുടെയും താല്പര്യങ്ങൾക്കെതിരാണെന്ന് കോടതി പറഞ്ഞു. സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അത് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കരുത്. ദേവസ്വം അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് അത്ഭുതപ്പെടുത്തുന്നു. ഉരുക്കിയവരും വാങ്ങിയവരും പിടിയിലായി. അവരിൽ നിന്ന് പുതിയ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മാതൃഭൂമി വാർത്തയുടെ വിശദാംശം കൊടുത്തത്. മാതൃഭൂമിയുടെ ഉൾപേജിൽ ഇന്നൊരു സ്പെഷ്യൽ പേജുണ്ട്. അതിലെ ഈ ഒരു വാർത്ത കൗതുകകരമാണ്. അതായത് ഇടിമുഴക്കമാകാൻ ഡബ് ശബ്ദം, അതായത് വലിയ ശബ്ദമുണ്ടാക്കി സൈലൻസറിൽ കൃത്രിമം കാണിക്കുന്ന ബുള്ളറ്റുകളെ MVD തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റിൻ്റെ ഡബ് ശബ്ദം കൂട്ടാൻ പുകക്കുഴലിൽ സൂത്രപ്പണി ചെയ്യുന്നവർക്കെതിരെ നടപടി കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ നിരവധി പേര് കുടുങ്ങി. 7,000 രൂപയാണ് ഈ കൃത്രിമത്തിന് പിഴ ചുമത്തുന്നത്. ഒരാഴ്ചക്കുള്ളിൽ സൈലൻസറുകൾ മാറ്റി RT ഓഫീസിൽ വാഹനം ഹാജരാക്കാനും അതോടൊപ്പം നിർദ്ദേശിക്കും. ഇത് ഈ കാറ്റലിക് കൺവെർട്ടർ എന്ന് പറയുന്ന ഈ മലിനീകരണം കുറയ്ക്കാനുള്ള സൈലൻസറിൻ്റെ ഉള്ളിലെ ഒരു ഉപകരണമുണ്ട്. അത് എടുത്തു മാറ്റിയിട്ടാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 92 ഡെസിബൽ വരെ മാത്രമേ ബൈക്കുകൾക്കും ബുള്ളറ്റുകൾക്കും ശബ്ദം പാടുള്ളൂ. എന്നാൽ ഇത്തരം ബുള്ളറ്റുകൾക്ക് അതിൻ്റെ 10 ഇരട്ടി ശബ്ദമാണ് ഈ കൃത്രിമം നടത്തുന്നവരെ ഉണ്ടാക്കുന്നത്. 7,000 രൂപയാണ് പിഴ. 7 ദിവസത്തിനകം മാറ്റി MVD-യെ കൊണ്ട് കാണിച്ചാലേ പിന്നീട് ഇത്തരം വണ്ടികൾ നിരത്തിലിറക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. ദേശാഭിമാനിയുടെ ഒന്നാമത്തെ വാർത്ത സ്വർണ്ണക്കൊള്ളയൊന്നുമല്ല. അത് ഒന്നാം പേജിൽ അങ്ങനെ കാണാനുമില്ല. ലേബർ കോഡുകൾക്ക് വഴങ്ങില്ല, പോരാട്ടം നയിക്കാൻ കേരളം എന്നാണ് വാർത്ത. തൊഴിലാളികളുടെ മൗലികാവകാശം കവർന്നെടുക്കുന്ന ലേബർ കോഡുകൾക്ക് വഴങ്ങില്ലെന്നും ഇതിനെതിരായ പോരാട്ടത്തിന് കേരളം നേതൃത്വം നൽകുമെന്നും സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ദേശീയ ലേബർ കോൺക്ലേവ് പറയുന്നു. ആദ്യമായാണ് ഒരു സംസ്ഥാനം ലേബർ കോഡിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന വാർത്തയാണ്. താഴെ ബംഗ്ലാദേശി പൗരനെന്ന് ആക്രോശിച്ച് യുവാവിനെ തല്ലിക്കൊന്ന വാർത്തയുണ്ട്. അതോടൊപ്പം ദേശാഭിമാനിയിൽ ആ വാർത്ത വന്നത് മറ്റൊരു രാഷ്ട്രീയ ഫ്ലേവറിൽ കൂടിയാണ്. 4 BJP-കാരടക്കം 5 പേർ അറസ്റ്റിൽ എന്നാണ്. നമ്മളതിൽ സ്ഥിരീകരിച്ച വിവരമല്ല. ഒരുപക്ഷെ ദേശാഭിമാനിക്ക് അത് സ്ഥിരീകരിക്കാനായിട്ടുണ്ടാകാം. അട്ടപ്പള താൾക്കൂട്ട ആക്രമണത്തിൽ അതിഥി തൊഴിലാളി ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാംനാരായൺ ഭയ്യാൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ 4 RSS BJP പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന മട്ടിൽ ഈ അറസ്റ്റിലായ പ്രതികൾക്ക് രാഷ്ട്രീയമുണ്ടെന്നും അത് ഈ രാഷ്ട്രീയമാണെന്നും ദേശാഭിമാനി പറയുന്നു. മറ്റ് മാധ്യമങ്ങളിൽ ഏതായാലും അത് ആ രൂപത്തിലല്ല വാർത്ത വന്നത്. ദേശാഭിമാനിയുടെ 9-ാം പേജിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ വാർത്ത. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം തുടങ്ങിയിരിക്കുന്നു. എല്ലാ പത്രത്തിലും ഈ പ്രാധാന്യത്തോടെ ഈ വാർത്തയുണ്ട്. രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടക്കുകയാണ്. പലയിടത്തും ഇത് അക്രമാസക്തമാകുന്നു. രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാൻ്റെ വീട് തകർത്തു. 2 മാധ്യമ സ്ഥാപനങ്ങൾ തകർത്തു. മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു. യുവജന നേതാവ്, അത് ഇന്ത്യ വിരുദ്ധ നേതാവാണ് അദ്ദേഹം, ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിനെ വീണ്ടും അരക്ഷിതാവസ്ഥയിലാക്കി വ്യാപക കലാപം നടക്കുന്നു എന്ന വാർത്ത ഏതാണ്ട് 1, 2, 6 കോളത്തിലായി വലിയ വാർത്തയായി ദേശാഭിമാനി നൽകുന്നു. ദേശാഭിമാനിയുടെ 13-ാമത്തെ പേജിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാർത്തയാണ്. ഇന്നലെ IFFK സമാപിച്ചല്ലോ. തൊട്ടു മുമ്പ് റസൂൽ പൂക്കുട്ടി അക്കാദമി ചെയർമാൻ നമുക്ക് അതിഥിയായി വന്നു. 2 Seasons to Strangers എന്ന ചിത്രത്തിന് സുവർണ്ണ ചകോരമൊക്കെ കിട്ടി. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെതിരെ ഇന്നലത്തെ ആ പരിപാടിയിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. ജനാധിപത്യത്തിനെതിരായ ഏത് ഫാസിസ്റ്റ് നടപടിയും ചേർത്ത IFFK ഇവിടെ തന്നെ ഉണ്ടാകും. അതായത് ബീഫ് എന്ന പേരിൽ സ്പാനിഷ് ജനപ്രിയ ചിത്രമായ ഹിപ്ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു ബീഫ്. ഹിപ്ഹോപ്പ് സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. പക്ഷേ ആ സിനിമയുടെ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ, ആ പേര് കണ്ടപ്പോൾ, ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ആ സിനിമയെ നിരോധിച്ചു എന്ന പരിഹാസം മുഖ്യമന്ത്രി ഇന്നലെ അവിടെ ചൊരിഞ്ഞത്. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ വാർത്ത ഏതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്ന അതിജീവിത. സാമൂഹിക മാധ്യമങ്ങളിൽ അപകീർത്തി പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ പ്രതികരിച്ച് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത. നിങ്ങൾക്കോ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മറുപടി. അക്രമം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്ന് വൈകാരികമായി പ്രതികരിച്ച് അതിജീവിത രംഗത്തെത്തി. ഇന്നലെ നമ്മൾ വേദനയോടെ കണ്ടു അവരെ. ഈ അതിക്രമത്തിൽ നിന്ന് അതിജീവിച്ചതിന് ശേഷവും
ശക്തമായ പോരാട്ടം, മാതൃകയായ പോരാട്ടം, രാജ്യത്തിനാകെ മാതൃകയായ പോരാട്ടം നടത്തി നിൽക്കുമ്പോഴും അവരെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ്, സൈബർ ഇടത്തിൽ വലിച്ചു കീറുകയാണ്. അതിനെതിരെ അവസാനം മടുത്തി നിലയിട്ടൊരു പോസ്റ്റ് സമൂഹം എന്ന നിലയിൽ നമ്മൾ എങ്ങോട്ടാണെന്ന് നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന ആ വാർത്ത മംഗളം 1-ാമത്തെ പേജിൽ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. മാധ്യമത്തിൽ 5-ാമത്തെ പേജിൽ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ട്. അതിക്രൂരം മണിക്കൂറുകൾ നീണ്ട പീഡനമാണ് ഇതര സംസ്ഥാന അതിഥി തൊഴിലാളിക്കേറ്റത്. മൃഗീയമായി പീഡിപ്പിച്ചാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ കൊന്നതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പരിക്കേൽക്കാത്ത ഒരിടം ബാക്കിയില്ല. തലയ്ക്കടി, തലയ്ക്കുള്ളിൽ രക്തസ്രാവം. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ട വാർത്ത. രാംനാരായണൻ മോഷ്ടാവല്ല, ഒരു കേസിൽ പോലും പ്രതിയല്ല എന്ന് ബന്ധുവിനോട് പറയുന്നു. 5 ദിവസമേ ആയിരുന്നുള്ളൂ വന്നിട്ട്. കുഞ്ഞുങ്ങളെ കാണാത്ത വേദനയിൽ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുമ്പോഴായിരുന്നു ഈ അതിക്രൂരമായ സംഭവം ഉണ്ടായത്. വീക്ഷണം വന്നാൽ സ്മോൾ അല്ല പ്രഹരം ലാർജ് എന്ന് 1-ാമത്തെ വാർത്തയായി തന്നെ. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ സർക്കാരിന് തിരിച്ചടി, സർക്കാരിന് കനത്ത തിരിച്ചടി. എളപ്പള്ളി ബ്രൂവറിക്കുള്ള അനുമതി റദ്ദാക്കി. ഇത് രണ്ടും കൂടി ചേർത്ത് സ്മോൾ അല്ല പ്രഹരം ലാർജ്. ബ്രൂവറിയും ശബരിമലയും ചേർത്ത് ഒന്നിച്ച് തലക്കെട്ടാക്കിയിരിക്കുന്നു. ചന്ദ്രിക എടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കോടതിയുടെ ജഡ്ജിൻ്റെ കയ്യിലുള്ള ആ കൊട്ടുപടി ഉണ്ടല്ലോ, അതുകൊണ്ട് അടി കിട്ടുന്ന ഒരു കാരിക്കേച്ചറുണ്ട്. തല്ലുവാങ്ങി സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വൻതോക്കുകളെ രക്ഷപ്പെടുത്തുന്നു. പോറ്റിയെ കയറ്റിയെ പാട്ടിൽ യു-ടേൺ. മസാല ബോണ്ടിൽ ഉരുട്ടടി. എലപ്പുള്ളിയിലെ ബ്രൂവറിക്ക് നൽകിയ അനുമതി റദ്ദാക്കി എന്ന മട്ടിൽ സർക്കാരിനേറ്റ തിരിച്ചടികൾ എണ്ണി പറയുന്നു ചന്ദ്രിക. കേരള കൗമുദിയിലേക്ക് വേഗം നമുക്ക് വരികയാണെങ്കിൽ കോടികൾ തെളിയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കേസിൻ്റെ സൈഡാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ശബരിമലയിൽ ഇഡിക്ക് അനുമതി. സ്വർണ്ണക്കൊള്ളയിലെ കോടികൾ ഇനി തെളിയും. ഒത്താശ ചെയ്തവരും കുടുങ്ങും. സ്വത്ത് കണ്ടുകെട്ടാൻ സാധ്യത. സ്വർണം വേർതിരിച്ച ഭണ്ഡാരിയും വാങ്ങിയ ഗോവർദ്ധനം അറസ്റ്റിൽ. കേരള കൗമുദി ഈ വാർത്തയെ വളരെ സ്ഥിരോത്സാഹത്തോടെ നമ്മൾ പറയുന്നതാണ്. തുടക്കം മുതൽ പിന്തുടരുന്നതാണ്. ആ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് രാഷ്ട്രീയത്തിലുപരി അവർ നീങ്ങുന്നത്. വീക്ഷണം നമ്മൾ ജന്മഭൂമി ഒരു കൗതുക വാർത്തയുണ്ട്. ജന്മഭൂമി കൂടി നമുക്കെടുക്കാം എന്ന് കരുതുന്നു. ജന്മഭൂമിയുടെ 5-ാം പേജിലാണ് ബലികുടീരങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി എഴുതിയ ഗാനമല്ല. പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി ഗാനം കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിയ കൊടുങ്കാറ്റ് തെല്ലം നടങ്ങുമ്പോൾ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്ത്. പുതിയ വെളിപ്പെടുത്തൽ എന്ന മട്ടിലാണ്. ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന വിപ്ലവ ഗാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായി എഴുതിയതാണെന്നാണ് പരക്കെ വിശ്വസിച്ചത്. യഥാർത്ഥമല്ല എന്നാണ് അന്തരിച്ച സംവിധായകൻ ജി ദേവരാജൻ്റെ കുറിപ്പ് വ്യക്തമാക്കുന്നത്. മുമ്പ് എപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ്, സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ എന്നൊക്കെയുള്ള ഈ പ്രസിദ്ധമായ ഗാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എഴുതിയതല്ല, KPSCയുടെ അവതരണ ഗാനമായിരുന്നു. KPSC ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടക സമിതിയായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. സുപ്രഭാതത്തിലേക്ക് വേഗം വരികയാണെങ്കിൽ ചരിത്രത്തിലേക്കൊരു സൂര്യോദയം. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് പ്രൗഢതുടക്കം. KPCC ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ് കേട്ടോ. ചരിത്രത്തിലേക്കൊരു സൂര്യോദയം. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് പ്രൗഢതുടക്കം. കന്യാകുമാരിയുടെ കടലിൽ അസ്തമയ സൂര്യൻ മറയുമ്പോൾ നാഗർകോവിലിലെ മാലിക് ദിനാർ നാമധേയത്തിൽ ഒരുക്കിയ നഗരിയിൽ സമസ്തയുടെ 100-ാം വാർഷിക പ്രചാരണ ശതാബ്ദി സന്ദേശ യാത്ര ചരിത്രത്തിൻ്റെ ഉദയമായി മാറി എന്ന മട്ടിൽ സമസ്തയുടെ 100-ാം വാർഷികം വലിയ തോതിൽ ആഘോഷിക്കുകയാണ് സംഘടന. അതിൻ്റെ ഒരു വിശദാംശം, അതിൻ്റെ വലിയ സമ്മേളനം, സന്ദേശയാത്രയുടെ ഒരു വാർത്തയാണ് ഇന്ന് സുപ്രഭാതത്തിൻ്റെ 1-ാമത്തെ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. സിറാജ് കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. SIR-നെ സംബന്ധിച്ച് ആരാണ് ഈ മറ്റുള്ളവർ എന്ന് മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിൽ ചോദിച്ചത് അവർ വലിയ വാർത്തയാക്കുന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിൽ നിന്നും 25 ലക്ഷം പേർ പുറത്തായെന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവർ, സ്ഥിരമായി സ്ഥലം മാറിയവർ, ഇരട്ട രജിസ്ട്രേഷൻ കണ്ടെത്താനാകാത്തവർ എന്നിവർക്ക് പുറമെ മറ്റുള്ളവർ എന്ന നിലയിലും പട്ടികയിൽ നിന്ന് വലിയ തോതിലുള്ള ഒഴിവാക്കൽ നടക്കുന്നു. ആരാണ് ഈ മറ്റുള്ളവർ? അത് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ചോദിച്ച വാർത്തയെ പ്രശ്നവൽക്കരിച്ച് വളരെ പ്രാധാന്യത്തോടെ സിറാജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആരാണ് ഈ മറ്റുള്ളവർ? ഉത്തരം ഉണ്ടാവട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയട്ടെ. സേതു.